Hello everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് QSVയുടെ മോഡ്യൂൾ 2 ആണ്. ഫസ്റ്റ് തന്നെ റേറ്റ് അനാലിസിസിന്റെ ഒരു പ്രോബ്ലം ആണ്. ഇപ്പോൾ ഞാൻ ചോദ്യം വായിക്കാം. പ്രിപ്പയർ ദി അനാലിസിസ് ഓഫ് റേറ്റ് ഫോർ 1 meter cube of RCC of mix of ratio 1:3:6 with the following data as per the. അപ്പോൾ നമ്മൾ ഈ ഡാറ്റാസ് ബേസ്ഡ് ആയിട്ട് റേറ്റ് അനാലിസിസ് പ്രിപ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് 20 mm സ്റ്റോൺ അഗ്രിഗേറ്റ് 0.70 മീറ്റർ ക്യൂബ് ആണ്. പെർ മീറ്റർ ക്യൂബിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1350 ആണ്. നെക്സ്റ്റ് ഈസ് 10 mm സ്റ്റോൺ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് 0.24 മീറ്റർ ക്യൂബ് ആണ്. പെർ മീറ്റർ ക്യൂബിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1350 ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കാരേജ് ആണ്. കാരേജ് ഓഫ് സ്റ്റോൺ അഗ്രിഗേറ്റ് ബിലോ 40 mm അത് 0.94 മീറ്റർ ക്യൂബാണ്. 2 പ്ലസ് ചെയ്തതാണ്. ആ പെർ മീറ്റർ ക്യൂബിന് കാരേജ് കോസ്റ്റ് വരുന്നത് 103.77 ആണ്. നെക്സ്റ്റ് വൺ പോസ്റ്റ് സാൻഡ്, അത് സോൺ 3 വരുന്ന പോസ്റ്റ് സാൻഡ് ആണ്. അത് 0.47 മീറ്റർ ക്യൂബാണ് വേണ്ടത്. പെർ മീറ്റർ ക്യൂബിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ₹1350 ആണ്. അതിൻ്റെ കാരേജ് കോസ്റ്റ് എന്ന് പറയുന്നത് 0.47 മീറ്റർ ക്യൂബ് തന്നെ. പെർ മീറ്റർ ക്യൂബിന് 103.77 ആണ് വേണ്ടത്. നെക്സ്റ്റ് വൺ പോർട്ട്ലാൻഡ് സിമെൻറ്റ്, അത് ടണ്ണിലാണ്. പെർ ടണ്ണിന് 4940 ആണ്. പക്ഷേ നമുക്ക് വേണ്ടത് 0.22 മീറ്റർ ക്യൂബ് മാത്രമാണ്. അതിൻ്റെ കാരേജ് എന്ന് പറയുന്നത് 0.22 മീറ്റർ ക്യൂബ് ആണ് നമുക്ക് വേണ്ടത്. പെർ ടണ്ണിന് ₹92.24 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് മെയ്സണിന് 0.10 ആണ്. 10 എന്ന് പറയുന്നത് നമ്പറാണ്. പെർ ഡേക്ക് 709 ആണ് വരുന്നത്. ബെൽഡാറും പെർ ഡേക്ക് 558, ബിഷ്ടി പെർ ഡേക്ക് 617. ഇനി നെക്സ്റ്റ് ടൂൾസ് മെറ്റീരിയൽ ചാർജസ് ആണ്. കോൺക്രീറ്റ് മിക്സറിന് പെർ ഡേ 800 ആണ് വേണ്ടത്. വൈബ്രേറ്ററിന് പെർ ഡേ 370 ആണ് വേണ്ടത്. സൺറൈസ് അതായത് ലംസമ്മിലാണ് പറയുക. ലംസം എന്ന് പറയുമ്പോൾ മിസിലസ് ചെലവുകൾ, അത് ₹2 ആണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഫസ്റ്റ് നമ്മളൊരു ടേബിൾ വരെയോ. ടേബിളിൻ്റെ പെർട്ടിക്കുലേഴ്സ്, നെക്സ്റ്റ് വൺ ക്വാണ്ടിറ്റി, യൂണിറ്റ്, റേറ്റ്, പെർ ആൻഡ് എമൗണ്ട്. പെർ എന്ന് പറയുന്നത് റേറ്റ് ഏതിലാണ് എക്സ്പ്രസ് ചെയ്തത്? പെർ മീറ്റർ ക്യൂബ് ആണോ പെർ ടൺ ആണോ? അതാണ് ഈ പെർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോളം. ഓക്കെ, നമ്മളിനി ഫസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് കാരേജ് കോസ്റ്റും ലേബർ കോസ്റ്റും പിന്നെ ടൂൾസിൻ്റെ കോസ്റ്റും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റീരിയൽ കോസ്റ്റ്. സോ ഫസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 20 mm സ്റ്റോൺ അഗ്രിഗേറ്റ് ആണ്. നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിൽ തന്നത് 0.70 മീറ്റർ ക്യൂബാണ്. അതിൻ്റെ റേറ്റ് പെർ മീറ്റർ ക്യൂബിന് 1350 എന്നാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ഇനി നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഐ വിൽ ഷോ ദാറ്റ്. കാൽക്കുലേഷൻ ഈസ് വെരി ഈസി. സോ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മീറ്റർ ക്യൂബിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 1350 അല്ലേ? 1 മീറ്റർ ക്യൂബിൻ്റെ റേറ്റ് 1350 റുപ്പീസാണ്. നമുക്ക് വേണ്ടത് എത്രയാണ്? 0.70 മീറ്റർ ക്യൂബിൻ്റെ റേറ്റാണ് നമുക്ക് വേണ്ടത്. ഈസിയല്ലേ കണ്ടുപിടിക്കാൻ? അതായത് 1 മീറ്റർ ക്യൂബിന് 1350 ആണെങ്കിൽ സിമ്പിൾ മാത്സ്. അപ്പോൾ 0.70 മീറ്റർ ക്യൂബിന് എത്രയായിരിക്കും? 0.70 മീറ്റർ ക്യൂബിന് 1350 ഇൻറ്റു 0.70, അതായത് 945 റുപ്പീസ്. ഇതാണ് ഇതിൻ്റെ കണക്ക്. സോ ഫസ്റ്റ് 1 മീറ്റർ ക്യൂബിന് 1350 ആണ് റേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ 0.70 മീറ്റർ ക്യൂബിന് എത്രയാണെന്ന് അറിയില്ല, ക്വസ്റ്റ്യൻ മാർക്ക്. സോ 0.70, അതായത് 1 മീറ്റർ ക്യൂബിൻ്റെ അടുത്ത് 0.70 വന്നു. അപ്പോൾ 1350നെ ജസ്റ്റ് 0.70 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദ ആൻസർ വിൽ ബി 945 റുപ്പീസ് വിച്ച് ഈസ് ഗിവൺ ഹിയർ. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് 10 mm സ്റ്റോൺ അഗ്രിഗേറ്റിനും. അതായത് നമുക്ക് വേണ്ടത് 0.24 മീറ്റർ ക്യൂബാണ് ഉള്ളത്. നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് 1350 തന്നെ. പെർ മീറ്റർ ക്യൂബിന് സെയിം 1350 കൊടുക്കും. ഒരേ ഒരു ചേഞ്ച് മാത്രം വരും. 0.70ൻ്റെ അടുക്കാൻ നമ്മൾ എത്ര വരാം? നമുക്ക് വേണ്ടത് എത്രയാണ്? 0.24 മീറ്റർ ക്യൂബിന് എത്ര വരും റേറ്റ്? അതായിരിക്കും ജസ്റ്റ് ചേഞ്ച് വരും. അപ്പോൾ സിമ്പിൾ. അത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1350 ഇൻറ്റു 0.24 ചെയ്താൽ മതി. സോ ദ ആൻസർ വിൽ ബി 324 റുപ്പീസ്. 1350 ഇൻറ്റു 0.24 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് കോസാൻഡിനും നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, കോസാൻഡിന് വരുമ്പോൾ അതേ സെയിം പ്രൊസീജിയർ, ഒരു ചേഞ്ചുമില്ല. ജസ്റ്റ് കോസാൻഡ് എത്തുമ്പോൾ 0.47 മീറ്റർ ക്യൂബാണ് വേണ്ടത്. 1350 തന്നെയാണ് റേറ്റും. അപ്പോൾ ഈ 1350 1 മീറ്റർ ക്യൂബിന് 1350, ഈ 0.70ൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 0.47 വരും. സോ 0.47 കണക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 1350 ഇൻറ്റു 0.47 വിച്ച് ഈസ് 634.5. ഓക്കെ,
ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് സിമെൻ്റ് ആണ്. സിമെൻറ്റ് നമുക്ക് വേണ്ടത് 0.22 മീറ്റർ ക്യൂബിൻ്റെ ആണ്. പക്ഷേ തന്നിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പെർ ടണ്ണിന് 4940 ആണ്. സോ നമ്മൾ കാൽക്കുലേഷനിൽ ചെറിയ ചേഞ്ച് വരും, കാരണം രണ്ടിൻ്റെയും യൂണിറ്റ്സ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ അത് ഈസിയാണ്. ഐ വിൽ ഷോ ദാറ്റ്. നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്, വിച്ച് ഈസ്, അതായത് ഫസ്റ്റ് വൺ, ഒരു ബാഗ് സിമെൻറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 50 കിലോഗ്രാം ആണ്. ഓക്കെ, ഒരു ബാഗ് സിമെൻറ്റിൻ്റെ വെയിറ്റ് 50 കിലോഗ്രാം ആണ്. നെക്സ്റ്റ് വൺ, അതായത് ഒരു ബാഗ് സിമെൻറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് 0.034 മീറ്റർ ക്യൂബാണ്. സോ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം, വിച്ച് ഈസ് 0.034 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 50 kg ആണ്. സോ ഒരു മീറ്റർ ക്യൂബ് എത്ര കെ ജി ആണ്, ഒരു മീറ്റർ ക്യൂബ് സിമെൻറ്റ് എത്ര കെ ജി സിമെൻ്റ് ആണ് കണ്ടുപിടിക്കണം, വിച്ച് ഈസ് സിമ്പിൾ 50 ഡിവൈഡഡ് ബൈ ഈ 0.34 ഇപ്പുറം വരും. അതായത് 50 ഡിവൈഡഡ് ബൈ 0.034 വിച്ച് ഈസ് ഈക്വൽ ടു 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, വിച്ച് ഈസ് ഡെൻസിറ്റി ഓഫ് ദി സിമെൻറ്റ്. ഇത് ഡെൻസിറ്റിയാണ് ശരിക്കും. അപ്പോൾ ഒരു മീറ്റർ ക്യൂബ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇല്ല, കിലോഗ്രാം. ഒരു മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1440 കിലോഗ്രാം ആണ്. ഓക്കെ, ഒരു മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1440 കിലോഗ്രാം. സോ നമുക്ക് വേണ്ടത് ഇവിടെ എത്രയാണ്, 0.22 മീറ്റർ ക്യൂബ് എത്ര കിലോഗ്രാം ആണെന്ന് അറിയണം, വിച്ച് ഈസ് ഈസി. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മീറ്റർ ക്യൂബിൻ്റെ അടുത്ത് 0.22 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര വരും, 0.22 മീറ്റർ ക്യൂബിൻ്റെ അടുത്ത് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1440 ഇൻറ്റു 0.22 വിച്ച് ഈസ് ഈക്വൽ ടു 323.52 കിലോഗ്രാം. സോ 0.22 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 323.52 കിലോഗ്രാം ആണെന്ന് കിട്ടി. ഓക്കെ, ഇതവിടെ വെക്കുക. നമുക്കതിന് വേറെയും കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിയണം. അതായത് ഒരു ടണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. അപ്പോൾ ഒരു ടണ്ണിൻ്റെ റേറ്റ് ഇവിടെ എത്രയാണ് തന്നത്, ഒരു ടണ്ണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 4940 ആണ് തന്നത്. ഓക്കെ, അപ്പോൾ ഒരു ടണ്ണ് എന്ന് വെച്ചാൽ എത്ര, 1000 കിലോഗ്രാം. സോ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 1000 കിലോഗ്രാമിൻ്റെ റേറ്റ് ആണ് 4940. ഓക്കെ, അപ്പോൾ ഒരു കിലോഗ്രാമിൻ്റെ റേറ്റ് എത്രയായിരിക്കും, സിമ്പിൾ 4940 ഡിവൈഡഡ് ബൈ 1000 വിച്ച് ഈസ് ഈക്വൽ ടു 4.94. ഇത് ജസ്റ്റ് ഡിവൈഡ് ചെയ്തു, ഈ 1000 ഇവിടെ ഡിവൈഡ് ചെയ്യും. ഒരു കിലോഗ്രാമിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പം 4.94. സോ 323.52 കിലോഗ്രാമിൻ്റെ റേറ്റ് എത്രയായിരിക്കും, 323.52 ആണ് നമുക്ക് വേണ്ടത്. ആ കിലോഗ്രാമിൻ്റെ റേറ്റ് എത്രയായിരിക്കും, വിച്ച് ഈസ് 4.94 മൾട്ടിപ്ലൈഡ് ബൈ 323.52 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര, 1598 റുപ്പീസ്. ഓക്കെ, ഞാൻ ഒരിക്കലും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഒറ്റ മിനിറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത്, ഒരു ബാഗ് സിമെൻറ്റിന് 50 kg ആയിരിക്കും ഉണ്ടാവുക. ഒരു ബാഗ് സിമെൻറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് 0.034 മീറ്റർ ക്യൂബാണ്. സോ 0.303 ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്ത്, അതായത് 0.034 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 50 kg ആണ്. സോ 1 മീറ്റർ ക്യൂബിന് 50 ബൈ 0.034, അപ്പോൾ 1440 കിലോഗ്രാം. 0.22 മീറ്റർ ക്യൂബിൻ്റെ എത്രയാണെന്ന് അറിയില്ല. 0.22 മീറ്റർ ക്യൂബിൻ്റെ കണ്ടുപിടിക്കാൻ ഈസിയാണ്. അതായത് 1440 ഇൻറ്റു 0.22 ചെയ്ത് കഴിഞ്ഞാൽ 323.52 കിലോഗ്രാം വരും. അപ്പോൾ ഒരു ടണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 കിലോഗ്രാം എന്നുള്ള കാര്യം അറിയണം. ഒരു ടണ്ണിൻ്റെ റേറ്റ് 4940. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്, 1000 കിലോഗ്രാം എന്ന് പറയുന്നത് 4940. സോ 1 കിലോഗ്രാം എന്ന് പറയുന്നത് 4940 ഡിവൈഡഡ് ബൈ 1000 വിച്ച് ഈസ് ഈക്വൽ ടു 4.94. സോ 323.52 കിലോഗ്രാമിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയണം, വിച്ച് ഈസ് ഈക്വൽ ടു 4.94 ഇൻറ്റു 323.52 വിച്ച് ഈസ് ഈക്വൽ ടു 1598 റുപ്പീസ്. ഓക്കെ, സോ നമുക്കിപ്പോൾ മെറ്റീരിയൽസിൻ്റെ എല്ലാം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞിരിക്കുക. സോ നമ്മുടെ ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് വിച്ച് ഈസ് 945 പ്ലസ് 324 പ്ലസ് 634.5 പ്ലസ് 1598 വിച്ച് ഈസ് ഈക്വൽ ടു 3201.5. ഇതാണ് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ്. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കാരേജ് കോസ്റ്റ്. ഇത് ക്ലിയർ ആണെങ്കിൽ കാരേജ് കോസ്റ്റ് വളരെ ഈസിയാണ് കണ്ടുപിടിക്കാൻ. സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്, സിമെൻറ്റിൻ്റെ മാത്രം ചേഞ്ച് വരികയാണ് ചെയ്യുക. കാരേജ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി 0.94 മീറ്റർ ക്യൂബാണ്. റേറ്റ് പെർ മീറ്റർ ക്യൂബിന് 103.77 ആണ് തന്നിട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 mm സ്റ്റോൺ അഗ്രിഗേറ്റിൻ്റെ ചെയ്ത പോലെ തന്നെ, വിച്ച് ഈസ് 103.77 ഇൻറ്റു 0.94 വിച്ച് ഈസ് 97.54. ഇതാണ്
carriage cost of stone aggregate. Cost and question 0.47 meter cube ആണ് വേണ്ടത്. റേറ്റ് per meter cube 103.77. So multiply 0.47 into 103.77 48.77 rupees വരും. സെയിം പ്രൊസീജിയർ തന്നെ. ബട്ട് സിമെൻറ്റ് എത്തുമ്പോൾ ഇതുപോലെ ഡിഫറെൻ്റ് ആണ്. ഈ സിമെൻറ്റിൻ്റെ ചെയ്ത അതേ പ്രൊസീജിയർ. ബിക്കോസ് സിമെൻറ്റ് നമുക്ക് 0.22 മീറ്റർ ക്യൂബാണ് വേണ്ടത്. തന്നിരിക്കുന്ന ചോദ്യത്തിൽ പെർ ടണ്ണിന് 92.94 ആണ്. സോ നമ്മൾ മീറ്റർ ക്യൂബിനെ എന്തിലേക്ക് മാറ്റണം? കിലോഗ്രാമിലേക്ക് മാറ്റണം. സോറി, ഒരു മീറ്റർ ക്യൂബിൻ്റെ നേരത്തെ ചെയ്ത അതേ സെയിം പ്രൊസീജിയർ സിമെൻറ്റിൻ്റെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ. വിച്ച് ഈസ് ഒരു ബാഗ് എന്ന് പറയുന്നത് 50 kg ആണ്. പിന്നെ ഒരു ബാഗിൻ്റെ വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.034 മീറ്റർ ക്യൂബാണ്. അപ്പോൾ ഒരു മീറ്റർ ക്യൂബ് എത്ര kg ആണെന്ന് കണ്ടുപിടിക്കുക. സോ 0.22 മീറ്റർ ക്യൂബ് എത്ര kg ആണെന്ന് സെപ്പറേറ്റ് ആയിട്ട് വേറെയും കണ്ടുപിടിക്കുക. പിന്നെ 1000 kg ആണ് ഒരു ടണ്ണ്. അപ്പോൾ ഒരു 1000 kgൻ്റെ റേറ്റ് ആണ് 92.94 എന്ന കാരേജ്. അപ്പോൾ ഒരു ടണ്ണിൻ്റെ റേറ്റ് ഒരു kg എത്രയാണ് റേറ്റ് എന്ന് കണ്ടുപിടിക്കുക. സോ നമുക്ക് നേരത്തെ കിട്ടിയ kg ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിമെൻറ്റിൻ്റെയും കാരേജ് കോസ്റ്റ് കിട്ടും. സെയിം പ്രൊസീജിയർ തന്നെ, നേരത്തെ ചെയ്ത സിമെൻറ്റിൻ്റെ അതേ പ്രൊസീജിയർ തന്നെ. ഞാനത് ആദ്യം എഴുതാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. ചെറിയ ഈ കോസ്റ്റിൻ്റെ മാത്രം മാറ്റുകയേ വേണ്ടു. 4940 എന്ന സ്ഥാനത്ത് 92.94 എന്ന് പറഞ്ഞ റേറ്റ് എഴുതി കൊടുക്കുകയേ വേണ്ടു. ബാക്കി ഒരു മാറ്റവുമില്ല. നെക്സ്റ്റ് ഈസ് ലേബർ ചാർജ്. ലേബർ ചാർജും ഈസിയാണ്. മെയ്സണിന് 0.1 ആണ് ഉള്ളത്. നമ്പറിലാണ് യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യുക. മെയ്സണൊക്കെ നമ്പറിലാണ്. മെയ്സൺ, ബെൽദർ, ബിഷ്ടി എല്ലാം നമ്പറിലാണ്. അവരുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ പെർ ഡേന് 709 ആണ്. ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ 709 ഇൻറ്റു 0.1 ചെയ്ത് കഴിഞ്ഞാൽ 70.9 ആണ് ഒരു മെയ്സണിന് വരുന്ന റേറ്റ്. ബെൽദാറും അതേപോലെ തന്നെ 1.63 ആണ് ഒരു മീറ്റർ ക്യൂബ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതായത് ഒരു മീറ്റർ ക്യൂബല്ല, സോറി, നമ്പറിൽ വരുന്ന റേറ്റ് 1.63 ആണ് വന്നത്. സോ 550 ആണ് പെർ ഡേ. സോ 558 ഇൻറ്റു 1.63 ദാറ്റ് ഈസ് 909.54 ആണ് റേറ്റ് വരിക. നെക്സ്റ്റ് ബിഷ്ടിയും സെയിം തന്നെ 0.7 നമ്പറിലാണ് യൂണിറ്റ് എക്സ്പ്രസ് ചെയ്തത്. പെർ ഡേക്ക് 617. സോ 617 ഇൻറ്റു 0.7 ചെയ്ത് കഴിഞ്ഞാൽ 431.9 ഇതാണ് റേറ്റ് വരിക. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾസിൻ്റെ ആണ്. സോറി, അതിനു മുമ്പേ നിങ്ങൾ ഈ കാരേജ് കോസ്റ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യണം. കാരേജ് കോസ്റ്റിൻ്റെ ടോട്ടൽ അതായത് 97.54 പ്ലസ് 48.77 പ്ലസ് 30.06 അതാണ് 176.37. അതുപോലെ ലേബർ ചാർജിൻ്റെയും കണ്ടുപിടിച്ചതിൻ്റെ എല്ലാം ടോട്ടൽ കോസ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 70.9 പ്ലസ് 909.54 പ്ലസ് 431.9 വിച്ച് ഈസ് 1412.3. ഓക്കെ, സോ നെക്സ്റ്റ് ടൂൾസിൻ്റെ ആണ്. ടൂൾസ് കോൺക്രീറ്റ് മിക്സർ, അത് 0.07 ആണ് വേണ്ടത്. നമ്പറിലാണ് യൂണിറ്റ് ഉള്ളത്. പെർ ഡേ 800 ആണ്. വിച്ച് ഈസ് 800 ഇൻറ്റു 0.07 വിച്ച് ഈസ് ഈക്വൽ ടു 56. വൈബ്രേറ്ററും 0.07 തന്നെ, നമ്പറിലാണ് 370. സോ 370 ഇൻറ്റു 0.07 പെർ ഡേയിലാണ് 370. സോ 25.9. സൺറൈസ് 13.52. ഈ LS എന്ന് പറയുന്നത് ലംസം ആണ്. ലംസം എന്ന് വെച്ചാൽ മിൻസിലെസ് ചെലവുകൾ. അത് 2 രൂപയാണ് റേറ്റ് വരുന്നത്. സോ 13.52 ഇൻറ്റു 2 ദാറ്റ് ഈസ് 27.04. നെക്സ്റ്റ് ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ടോട്ടൽ 108.94 ആണ്. 56 പ്ലസ് 29. അപ്പോൾ ടൂൾസിൻ്റെ മാത്രം ഗ്രാൻഡ് ടോട്ടൽ അറിയണം. ദാറ്റ് ഈസ് 56 പ്ലസ് 25.9 പ്ലസ് 27.04. സോ ടോട്ടൽ ആൻസർ വിൽ ബി 108.94. ഇനി ടൂൾസിൻ്റെയും കാരേജിൻ്റെയും പിന്നെ മെറ്റീരിയൽസിൻ്റെയും ലേബറിൻ്റെയും എല്ലാ ടോട്ടലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4900 എന്ന ആൻസറാണ് കിട്ടുന്നത്. സോ ഇതാണ് ഇതിൻ്റെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മാത്രമുള്ള റേറ്റ്. ഇനി ഇതിൻ്റെ പുറമെ നമ്മൾ കുറച്ച് എക്സ്ട്രാ റേറ്റ് കൊടുക്കണം. അതായത് 10% കോൺട്രാക്ടർ പ്രോഫിറ്റ്. കോൺട്രാക്ടർ പ്രോഫിറ്റ് എപ്പോഴും 10 to 15% ആണ് കൊടുക്കൽ. നമ്മളിവിടെ 10% കൊടുക്കുന്നു. സോ നോർമലി 10% ആണ് നിങ്ങൾ യൂസ് ചെയ്യുക. സോ 4900 ഇൻറ്റു 10/100 വിച്ച് ഈസ് ഈക്വൽ ടു 490. 10% കോൺട്രാക്ടർ പ്രോഫിറ്റ്. പിന്നെ വാട്ടർ ചാർജ്, ബിക്കോസ് കോൺക്രീറ്റിന് വാട്ടർ ചാർജ് വേണം. വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ് കോൺക്രീറ്റ്. സോ നിർബന്ധമായിട്ട് നമ്മൾ വാട്ടർ ചാർജ് കോൺക്രീറ്റ് നമ്മൾ കൊടുത്തിരിക്കണം. വിച്ച് ഈസ് 1.5%. ദാറ്റ് ഈസ് 4900 ഇൻറ്റു 1.5 divided by 100 that is equal to 73.5. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലംസം കോസ്റ്റ്, ടൂൾസിൻ്റെ കോസ്റ്റ്, അതിനൊക്കെ ടൂൾസിൻ്റെ കോസ്റ്റ് 1.5%, മിസിലെസ് ചിലവ് അതിനൊരു പെർസെൻറ്റേജ്, അങ്ങനെ പലതരം പെർസെൻറ്റേജ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. ബട്ട് നമ്മൾ ഈ പ്രോബ്ലത്തിൽ അതൊന്നും ആഡ് ചെയ്യേണ്ട. ബിക്കോസ് ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ ടൂൾസിൻ്റെയും സൺറൈസിൻ്റെയും എല്ലാം ആഡ് ചെയ്തതിന്. സോ ഇയർ നമ്മൾ എന്തായാലും ആഡ് ചെയ്യേണ്ടത് കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റും വാട്ടർ ചാർജും മാത്രമാണ്. കോൺട്രാക്ടർ പ്രോഫിറ്റ് 10% ആയിരിക്കും.
വാട്ടർ ചാർജ് 1.5%, ടോട്ടൽ എമൗണ്ടിൻ്റെ 10%, വാട്ടർ ചാർജ് ടോട്ടൽ എമൗണ്ടിൻ്റെ 1.5%. അപ്പോൾ ഇതെല്ലാം ഗ്രാൻഡ് ടോട്ടൽ, അതായത് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആവുന്ന ഗ്രാൻഡ് ആയിട്ടുള്ള പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4900 പ്ലസ് 490 പ്ലസ് 73.5 വിച്ച് ഈസ് ഈക്വൽ ടു 5463.5. ഓക്കെ, സോ ദ പ്രോബ്ലം ഈസ് കംപ്ലീറ്റഡ്. നെക്സ്റ്റ് ഒരു റൂൾസ് ഓഫ് മെഷർമെൻറ്റ്സ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. നമ്മൾ എന്തൊക്കെയാണ് മെഷർമെൻറ്റ് ചെയ്യേണ്ട റൂളാണ് ആസ് പെർ IS 800. റൂൾസ് ഓഫ് മെഷർമെൻറ്റ്സിൽ ഫസ്റ്റ് റൂളാണ് ഈ മെഷർമെൻ്റ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഐറ്റം ഫിനിഷ് ചെയ്താൽ മാത്രം അതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കണം, അന്നേരം മാത്രമാണ് നമ്മൾ മെഷർമെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെറ്റീരിയൽസ്, ട്രാൻസ്പോർട്ട്, ലേബർ, ഫാബ്രിക്കേഷൻ ടൂൾസ്, പിന്നെ പ്ലാന്റിൽ എന്തെങ്കിലും ചാർജസ്, ഓവർ ഹെഡ് ചാർജസ്, പിന്നെ ഷേപ്പ്, അതായത് ഫിനിഷിങ്ങിൻ്റെ ഷേപ്പ്, സൈസ്, പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ, ഇതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നിർബന്ധമായി വരേണ്ടതാണ്. പിന്നെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ മെഷറിലെ ബുക്കിങ്ങിൽ അതിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ്, ഇത് മൂന്നും വേണം നമ്മൾ ചെയ്യുന്ന ടേബിളിൽ. ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ടോളറൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മാത്രം നമുക്ക് ഇറർ വരുത്താം. അതായത് ലീനിയർ മെഷർമെൻറ്റിൻ്റെ ഇറർ എന്ന് പറയുന്നത് നിയറസ്റ്റ് 0.01 മീറ്റർ വരെ ചെയ്യാം, ഏരിയയുടെ ആണെങ്കിൽ 0.01 മീറ്റർ സ്ക്വയർ വരെ ചെയ്യാം. നെക്സ്റ്റ് വോളിയം, ദാറ്റ് ഈസ് ക്യൂബിക് കണ്ടൻസ്, അതിൻ്റെ ഇറർ എന്ന് പറയുന്നത് 0.01 മീറ്റർ ക്യൂബ് വരെ വരുത്താം. ഓക്കെ, ക്യൂബിക് കണ്ടൻസിൻ്റെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരേ ടൈപ്പ് വർക്ക് തന്നെ, പക്ഷേ കണ്ടീഷനും നാച്ചറും വ്യത്യസ്തമാണെങ്കിൽ മെഷർമെൻറ്റ് സെപ്പറേറ്റ്ലി ടേക്ക് ചെയ്യണം. ഓക്കെ, സെയിം ടൈപ്പ് ഓഫ് വർക്ക്, പക്ഷേ നാച്ചറും കണ്ടീഷനും എല്ലാം മാറ്റമാണെങ്കിൽ മെഷർമെൻറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കണം. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസിൽ നമ്മൾ മെറ്റീരിയൽസ്, അതിൻ്റെ പ്രൊപ്പോർഷൻ എത്ര പ്രൊപ്പോർഷൻ 1:1.5:3 ആണോ, അങ്ങനെ അതിൻ്റെ പ്രൊപ്പോർഷനും പിന്നെ ലേബേഴ്സിൻ്റെ വർക്ക്മാൻഷിപ്സും എല്ലാം റെപ്രസെൻറ്റ് ചെയ്തിരിക്കണം ആ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസിൽ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് റൂൾസ് ഓഫ് മെഷർമെൻറ്റ്സ്. സോ നെക്സ്റ്റ് വൺ, അതായത് ഇൻ കേസ് ഓഫ് മെയ്സൺറി, അതായത് മെയ്സൺറി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ മെഷർമെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം, ഹൈറ്റും സെപ്പറേറ്റ് ആയിരിക്കണം ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അതായത് ഫൗണ്ടേഷൻ മുതൽ പ്ലിന്ത് ലെവൽ വരെ, പിന്നെ പ്ലിന്ത് ലെവൽ മുതൽ ഫ്ലോർ ലെവൽ വരെ, പിന്നെ ഫസ്റ്റ് ഫ്ലോർ മുതൽ സെക്കൻഡ് ഫ്ലോർ വരെ, അങ്ങനെ ആയിരിക്കും എടുക്കേണ്ടത്. അല്ലാതെ മെയ്സൺറി ഒരേ രീതിയിൽ അങ്ങ് ചെയ്യരുത്, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. അതായത് ഫൗണ്ടേഷൻ്റെ സെപ്പറേറ്റ് പ്ലിന്ത് ലെവൽ വരെയുള്ള, പ്ലിന്ത് ലെവൽ മുതൽ ഫസ്റ്റ് ഫ്ലോർ വരെ സെപ്പറേറ്റ്, പിന്നെ ഫസ്റ്റ് ഫ്ലോർ മുതൽ സെക്കൻഡ് ഫ്ലോർ വരെ അടുത്ത സെപ്പറേറ്റ്, ഇങ്ങനെയായിരിക്കണം മെയ്സൺറിയുടെ മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ സ്ട്രക്ചറൽ കോൺക്രീറ്റും അതിൻ്റെയും മെഷർമെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് റൂൾസ് ഓഫ് മെഷർമെൻറ്റ്. ഓക്കെ, സോ അവർ ലാസ്റ്റ് ടോപ്പിക്ക് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് വിച്ച് ഈസ് കാർപ്പൻട്രി ഫിറ്റിംഗ് എപ്പോഴും നമ്മൾ നമ്പറിലാണ് പറയുക. നെക്സ്റ്റ് വൺ പോയിൻറ്റിംഗ് എന്ന് പറയുന്നത് ജോയിൻസ് ഒക്കെ അടക്കാൻ ഉപയോഗിക്കുന്ന സിമെൻറ്റ് മോട്ടാർ വെച്ച് ജോയിൻസ് അടക്കുന്നത്, അതാണ് ആ പ്രോസസ്സിനാണ് പോയിൻറ്റിംഗ് എന്ന് പറയുക. അതും മീറ്റർ സ്ക്വയറിലാണ് എക്സ്പ്രസ് ചെയ്യുക. പിന്നെ പ്ലാസ്റ്ററിങ്ങിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയറിലാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാണ് മോഡ്യൂൾ 2. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുന്നതാണ്.